പോയി മരുന്നും കൊണ്ട് ഇതിലാരാണ് നന്നായിട്ട് പഠിക്കുന്നത്? അത് ആൾക്കാർ കഴുത്തി പിടിക്കണേ. അപ്പൂസ ഷോക്ക് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നുള്ളത് വയനാടാണ്. വാഗമണ്ണിലാണെന്നുള്ളത്. അപ്പൊ നമ്മള് രാവിലെ എല്ലാവരും റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. വാഗമണ്ണ് ഫുള്ളൊന്നും അടിച്ച് ഇറങ്ങാനായിട്ടാണ്. ഏതൊക്കെ സ്പോട്ടിൽ പോകുന്ന അറിയില്ല. എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോയി നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് പോയി ഫുഡ് കഴിക്കാം. ഓക്കെ, കാപ്പ് കുടിക്കാം അല്ലേ? അതെ, മേളത്തെ വെട്ടം കൂടുതലായതുണ്ട്. ഓക്കെ, അപ്പൊ പോയി കഴിക്കാം. നമ്മുടെ റൂമിൽ നിന്നും പുറത്ത് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ്. കണ്ടോ? ഇന്നലെ നൈറ്റ് നമ്മൾ ഫുഡ് കഴിച്ചത് ഇവിടെ നിന്നാണ്, ചിന്നൂസ് ഹോട്ടൽ ഫാമിലി റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ കഴിക്കുന്നതും അവിടെ നിന്നാണ്. കാരണം നല്ല ഫുഡായിരുന്നു ഇന്നലെ. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ നമ്മൾ ഇവിടെ തന്നെ. തിരക്കാണെങ്കിലും ഫുഡ് തന്നു. ഇന്നലെ നല്ല തിരക്കായിരുന്നു, ഇന്ന് നല്ല തിരക്കുണ്ട്. എന്തായാലും കഴിക്കാം. പൂരി, മുട്ടക്കറി, അപ്പം, പിന്നെ ചായ. അങ്ങനെ ഫുഡ് കഴിച്ച് നമ്മൾ ഫസ്റ്റ് സ്പോട്ടിൽ വന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് വാഗമണിലെ മുട്ടക്കുന്നാണ്. അപ്പോൾ നമുക്കത് മുട്ടക്കുന്ന് കണ്ടിട്ട് വരാം. മുട്ടക്കുന്നി വന്നപ്പോഴത്തേക്കും കൂടുതൽ കാണുന്നത് എന്താണ്? ചൂടാ കടകള്. എന്തുവായാലും കണ്ടാ, നിറയെ കടകൾ മാത്രമേ ഉള്ളൂ. ഇനി അപ്പോൾ എൻട്രൻസിലെത്തി ടിക്കറ്റ് എടുത്ത് അകത്ത് കയറണം. പട്ടം ചോദിച്ചാൽ അവർ പട്ടത്തിന് പൈസ കൊടുക്കാൻ പറയും. അങ്ങോട്ട് പോവാം. ഏതാ ഇങ്ങനെ കഴിച്ചോ? ഫുഡ് കഴിച്ചോ? മുട്ടക്കുന്നിലേക്കുള്ള എൻട്രൻസ് ഫീസ് ചിൽഡ്രൻസ് 15, അഡൾട്ട് 25. അതായത് കുട്ടികൾക്ക് 15, വലിയവർക്ക് 25 രൂപ. അങ്ങനെ അകത്ത് കയറിയപ്പോഴത്തേക്കും നല്ല ആളാണ്. ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പട്ടം പറത്താം. പട്ടം കയ്യിലിരിപ്പുണ്ട്. പട്ടം ഒരുപാട് ആൾക്കാർ പറത്തുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ കൂടെ ഞങ്ങൾക്കും പട്ടം പറത്തണം അല്ലേ? പറത്തും. അതിന് വേണ്ടിയുള്ള തത്രപ്പാടിലാണ് നമ്മൾ. നല്ല തിരക്കുണ്ട്. പട്ടം പറത്തിയിട്ട് വരാം. അത്യാവശ്യം തിരക്കുണ്ട്. കണ്ടാ, ഒരുപാട് ആൾക്കാർ പട്ടം പറത്തുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു മുട്ടക്കുന്ന്. അടുത്ത സ്പോട്ട് അവിടെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം പോയി ഒന്ന് പട്ടം പറത്താം. ആദ്യം കണ്ടില്ലെന്നോ കേട്ടോ. ആദ്യം കണ്ടെങ്കിൽ അതിൽ ചാടിപ്പോയാൽ അതൊന്നും സ്റ്റോപ്പായി. നമ്മളിപ്പോൾ ഫോട്ടോ ഫ്രെയിമിൻ്റെ അവിടെയാണ് വന്നത്. പക്ഷെ നമുക്ക് പോകാനുള്ള സ്പോട്ട് കാണുന്ന പച്ചപ്പുള്ള കുന്നിലേക്കാണ്. അവിടെ പോയാലേ നല്ലൊരു വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ഷോർട്ട് വീഡിയോ എടുക്കണം. അതിന് വേണ്ടിയിട്ട് ആരെങ്കിലും വീണാലോ? മരുന്നും കൊണ്ട് ബംഗാളി ബാബു ഇവിടെ മീനൊന്നും അതാണ്ടടങ്ങുന്നു. മീനുണ്ട്. അതാണ്ടങ്ങുന്നു. ഇതാ പോണ മീന്. എന്നെ കണ്ടോ ഓടണം. വെള്ളത്തിൽ ഇറങ്ങണ്ട, ചെളിയിൽ ഇറങ്ങണ്ട. അപ്പൊക്കോ നേരെ പോ. അടുത്ത സ്പോട്ട് ഇത്. ഇതിനകത്ത് ഉറപ്പട്ടെ. ചെറിയ കാടുകളിലൂടെയുള്ള യാത്രയാണ് കുന്നിലേക്ക് പോകാനായിട്ട്. തളർന്നടാ. അങ്ങനെ കുറച്ച് തളർന്നെങ്കിലും അതിനുള്ള ഫലം ബാക്കിൽ ആ മുട്ടക്കൊന്ന് കാണണ്ട 2. അപ്പോൾ നമ്മൾ പട്ടം പറത്താൻ വന്ന സ്പോട്ടിൽ നിന്ന് കഴിഞ്ഞാൽ കണ്ടോ കുറേ കുന്നുകളുണ്ട്. അപ്പോൾ അതിന് മേളിൽ വന്ന് നമുക്കിനി ഇങ്ങോട്ട് പോയി നോക്കാം. എവിടെ സ്ഥലം? എവിടെ പറയാ? ട്രിവാൻഡ്രത്താണ്. ഗൈസ്, നമ്മുടെ പട്ടമാണ് പറന്ന് കിടക്കുന്നത്. കണ്ടോ, അത് നമ്മുടെ പട്ടമാണ് പറന്ന് കിടക്കുന്നത്. ഇപ്പം ഏകദേശം താഴ്ന്നു വന്നിട്ടുണ്ട്. ദാടെ ബംഗാളികൾ വലിച്ചു വിടുകയാണ് പട്ടം. ഏതുവരെ പോകുമെന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഫുള്ള് ലാസ്റ്റ് നമുക്കിത് ഫുള്ള് പറത്തി വിട്ടു നോക്കാം അല്ലേ? ലാസ്റ്റ് ഇവിടെ അല്ലാതെ കൊണ്ടുപോകാനൊന്നും പറ്റൂല. അതിനെ തിരിച്ചെടുക്കുന്നതാണ്. കാരണം ഒരു വീഡിയോ എടുക്കാണ്ട്. അതുകൊണ്ട് അത് തിരിച്ചെടുക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം അങ്ങ് പോയി. അത് നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. പോയ ആ കാട്ടിൽ പോയ പണി വേണം. ബാക്കിലോട്ട് പതുക്കെ വലിച്ച് ബാക്കിലോട്ട് പോ. അല്ലെങ്കിൽ ആ കാട്ടിൽ പോയ പണി പാടും. അതുകൊണ്ട് പോയി അത് ആൾക്കാർ കഴുത്തി പിടിക്കട്ടെ. അപ്പൂസ അതാണ് ഞാൻ അങ്ങ് പോവരുത്. ഇങ്ങ വാ. കോട ഇറങ്ങി വരുന്നുണ്ട്. യെസ്, എന്തായാലും മഞ്ഞിൽ കുളിക്കും രാവേറെ അങ്ങനല്ലേ പാട്ട്?
ആ പാട്ടെങ്ങനെ മഞ്ഞിൽ കുളിക്കും രാവേറെയായി ബാക്കി ഇറങ്ങിടാ. ഓക്കെ, അതാ തലയിടിച്ചത്തത് ആദ്യം ആ രീതിയിൽ പട്ടം പറത്തുന്നു. അടുത്ത സ്പോട്ടിലേക്ക് അല്ലേ? യെസ്. അപ്പൊ നമുക്ക് നേരെ ഇനി അടുത്ത സ്പോട്ടിൽ പോകാം. ഭയങ്കര കൂട്ടുകാരി. അപ്പൊ നമ്മളിപ്പോ പോകുന്ന സ്പോട്ട് പൈൻ വാലി. അതായത് നമ്മൾ ഇനി നടന്നാണ് പോകാനുള്ളത്. ട്രെയിൻ വാലി. അപ്പൊ കുറച്ചൊരു നടന്നു പോകണം, തിരക്കുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. തിരക്കാണ്, നല്ല തിരക്കുണ്ട്. 100 മീറ്റർ നടന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് 1 കിലോമീറ്റർ ആയി തോന്നല്ലേ? സ്പോട്ട് എത്തി. എന്താണ് പറയാനുള്ളത്? ഇപ്പൊ നിൽക്കുന്ന സ്പോട്ട് എങ്ങനെയുണ്ട്? സൗണ്ട് ഇല്ല. തിരക്കുണ്ട്. അപ്പൊ നല്ല തിരക്കുള്ള സ്പോട്ടാണ്. അകത്തോട്ടാണ് നിൽക്കുന്ന മരങ്ങൾ. എന്തായാലും എവിടെ ഒരു മരം അല്ല, അകത്തോട്ടാണ് മരങ്ങൾ നിൽക്കുന്നത്. അങ്ങോട്ട് പോയി നോക്കാം. ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് എത്രയാടാ ടിക്കറ്റ്? താഴോട്ടാണ് പോകാനുള്ളത്. പക്ഷെ അവിടെ നല്ല തിരക്കായതുകൊണ്ട് ഞങ്ങൾ ഇതുവഴി കയറുന്നു. കൊള്ളാം കേട്ടോ, നല്ല വ്യൂ ഉണ്ട്. എന്തായാലും ഈ മരങ്ങൾക്കിടയിലൂടെ കുറച്ച് ദൂരം പോകുമ്പോഴുള്ള ഒരു വ്യൂടെയാണ് നമ്മൾ നോക്കുന്നത്. ഇതുവഴി നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കുക എന്നാണ് കൊടുത്തിരിക്കുന്നത്. കാരണം സ്ലിപ്പായി കഴിഞ്ഞാൽ നേരെ താഴെ പോയേ നിൽക്കുകയുള്ളൂ. സ്ലിപ്പായി ശരിയാണ് കേട്ടോ, കാരണം അതിൻ്റെ ഇലകളാണിത്. അതെന്തായാലും അതിൽ ചവിട്ടുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ പോകും. ഇവിടെ യശോദേ. അങ്ങനെ ആ മരങ്ങൾക്കിടയിലൂടെ ഇതാ ഒരു മരം നിൽപ്പുണ്ട്. അല്ല, സന്തോഷ്. ഹായ്, എന്താ പേരെന്താ? നിരഞ്ജൻ. എത്രയല്ല പഠിക്കുന്നത്? 6. ഇനി എവിടെ? ഏത് സ്കൂള്? രാമപുരം. രാമപുരം, തൊടുപുഴ, ആലപ്പുഴ രാമപുരം. അറിയാം. കോട്ടയം രാമപുരം അറിയാം. അതുകൊണ്ട് അറിയാവോ? ഹായ്, എന്താ പേരെന്താ? ഇനി എത്രയല്ല? 6. എന്താ പേര്? ജാതോ. എത്രയല്ല? ഇനി 6. എല്ലാം ഒരു സ്കൂളിലാണോ? വേറെ സ്കൂളിലാണോ? നന്നായിട്ട് പഠിക്കുന്നുണ്ടോ എല്ലാവരും? ഷോക്ക് ഫാമിലി. ആദ്യം പുതിയ ഫ്രണ്ട്സ് കിട്ടിയണ്ടാ? ഓടല്ലേടാ. ഇഷ എത്രയല്ല പഠിക്കുന്നേ? 2. 1. നന്നായിട്ട് പഠിക്കുന്നുണ്ടോ രണ്ടുപേരും? 1 വെരി ഗുഡ്, നല്ല കുട്ടി. നന്നായിട്ട് പഠിക്കണം കേട്ടാ. ഇതിലാരാണ് നന്നായിട്ട് പഠിക്കുന്നത്? രണ്ടുപേരും ബെറ്ററാണ്. നന്നായിട്ട് പഠിക്കണം കേട്ടാ. ഓക്കെ, ഡീൽ? യെസ്. അങ്ങനെ അവിടെ നിക്കട്ടെ, മരക്കിരി നീ ഒന്ന്. മക്കളെ സകലം എടുത്ത് മാറ്റൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ആടിക്കളിക്കുക. റീല് എങ്ങനെയുണ്ട്? കൊള്ളാം. നൈസ്. ഇതാ എങ്ങനെയുണ്ട് സ്പോട്ട് എങ്ങനെയുണ്ട്? ഇപ്പൊ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയി നോക്കാൻ നേരിച്ചു. അവിടുത്തെ സ്പോട്ട് ഇവിടെ എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ? അങ്ങോട്ട് പോവാം. ഇതിന്റെ എൻഡ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതിന്റെ കുറച്ച് താഴെ പോയി കഴിഞ്ഞാൽ എൻഡ് തീർന്നു. ഇതിനകത്ത് നിൽക്കുന്ന മരങ്ങളേ ഉള്ളൂ. പിന്നെ അങ്ങോട്ടൊക്കെ കാട് തെളിക്കാനുണ്ട് ഉണ്ടാവും. ഇനി ചുന്ദരന്റെ 1-2 ഫോട്ടോസ് എടുക്കാം. ചുന്ദര ഒന്ന് ചിരിച്ചേ. കേട്ടില്ല. യാത് കീർത്തി ആ കിഷ്മിഷ് കുറച്ച് താഴോട്ട്. അപ്പൊ ഇതുപോലെ ഒരുപാട് നല്ല ഫ്രെയിമുകൾ കിട്ടുന്ന ഒരു സ്പോട്ടാണ്. അല്ല, മാങ്ങ വേണോ പൈനാപ്പിൾ? ഏത് വേണം? കീർത്തി ഏത് വേണം ചോദിച്ചത്? പൈനാപ്പിൾ. അപ്പോൾ ഇതാണ് നമ്മുടെ മരങ്ങളുടെ ഇടയിൽ കൂടെ നടന്ന് വീഡിയോ എടുത്തെങ്കിലും. അപ്പോൾ നമുക്കിനി അടുത്ത സ്പോട്ടിലേക്ക് പോകാം. അടുത്ത് പോകുന്നത് കുരിശുമല, അതായത് വാഗമണിലെ കുരിശുമലയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം. മുകളിൽ 5 മണിക്ക് ഇറക്കും. ഇപ്പോൾ എത്ര മണിയായി?
15 മിനിറ്റ് മേളിൽ എത്തുമല്ലോ. അപ്പോൾ നമ്മൾ എത്തിയ സ്പോട്ട് കുരിശുമല, വാഗമൺ കുരിശുമല. അങ്ങനെ നമ്മൾ നടന്നു തുടങ്ങി. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഫുള്ള് പാറയാണ്. അപ്പോൾ വന്നിട്ടുള്ളവർക്ക് അറിയായിരിക്കും, വരാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. ഫുള്ള് പാറയാണ്, കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനത്തെ പാറകളാണ് കേട്ടോ. ഇങ്ങനത്തെ പാറകളുണ്ട്, മേളിലോട്ട് സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ നമുക്ക് മേളിലോട്ട് പോയി നോക്കാം. അത് ശരിയാണ്, മേളിൽ വെള്ളം കിട്ടുമെന്തോ. അങ്ങനെ നടന്നു തുടങ്ങിയപ്പോൾ തന്നെ ക്ഷീണിതയായി. അതൊന്നും കാണാൻ പറ്റില്ല, ഇത്ര ലോങ്. മയിലല്ല, അത് ഡമ്മി ചെയ്ത് വെച്ചിരിക്കുന്നത്. കുറച്ച് ദൂരം എത്തിയതേ ഉള്ളൂ. ഇതാണ് നമ്മൾ അവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. കുറച്ചൊരു ദൂരം എത്തിയപ്പോഴേ തളർന്നു. എന്താണ്ടേ അയ്യേ, ക്ഷീണിതയായാലും കുറച്ച് കയറി. അങ്ങനെ എല്ലാവരും മുകളിൽ കയറി തളർന്ന് താഴെ വരെ എത്തി. പക്ഷെ നമ്മൾ കയറാതെ തന്നെ തളർന്ന് കുറച്ച് ദൂരം കണ്ടാ. ഇവിടെ നിന്ന് ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഇനി എന്താണ്, മേളോട്ട് കയറുന്നില്ലേ? ഇതാണ് അത് ഡമ്മിയാണ്. വർഷങ്ങൾ കൊണ്ട് അവിടെ തപസ് ചെയ്യണതാണ്. നീ അതെങ്കിലും കാലത്ത് തിരിച്ചിറങ്ങും. അങ്ങനെ ഞങ്ങൾ വന്ന സമയത്ത് കോട ഇറങ്ങി. കണ്ടോ, അടിപൊളി. അവിടത്തെ വ്യൂ കാണിച്ചു തരാം എങ്ങനെയായിരുന്നു എന്ന്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കി, അടിപൊളിയല്ലേ? അങ്ങനെ 2 ദിവസത്തെ നമ്മുടെ ട്രിപ്പ് ഇന്ന് അവസാനിക്കുകയാണ്. ഫസ്റ്റ് കുമളി തേക്കടി, 2ാമത്തെ ദിവസം വാഗമൺ. വാഗമണിൽ നിന്നാണ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഈ ട്രിപ്പ് എങ്ങനെയുണ്ട്? പൊളിയല്ലേ? നൈസ് എക്സ്പീരിയൻസ് അല്ലേ? കാണാത്ത കാര്യങ്ങൾ കണ്ടു. അടിപൊളി. ഇനി ഇതുപോലെ വീണ്ടും വരണം. വീണ്ടും വരണം. ഇടയ്ക്കിടയ്ക്ക് കോടമഞ്ഞ് വരും. നമ്മൾ കാണാൻ നോക്കുമ്പോ പറ്റിക്കും. മഴ പ്രതീക്ഷിച്ചു വന്നു, മഴ പെയ്തില്ല. അപ്പൊ നമുക്ക് അടുത്തും നമ്മൾ ആ ട്രിപ്പ് ഉടനെ ഉണ്ടാവും അല്ലേ? യെസ്. ആദ്യം എങ്ങനെയുണ്ട് യാത്ര? പറ, യാത്ര എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? അടുത്ത ട്രിപ്പ് പോണോ അതോ വീട്ടിൽ ഇരിക്കണോ? പോണം. ഹലോ, എങ്ങനെയുണ്ട് ട്രിപ്പ്? സൂപ്പർ ആയിരുന്നു. ഓക്കെ അല്ലേ? ഇവിടെ നിന്ന് മുകളിലോട്ട് അത്ര കയറാൻ പറയുമ്പോ കയറാൻ വയ്യാതെ തളർന്നിരിക്കുന്നു. അങ്ങനെ നമ്മുടെ യാത്ര, 2 ദിവസത്തെ യാത്ര ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ നാട്ടിലേക്കാണ് മടക്കം. അപ്പോൾ ഷോക്ക് ഫാമിലിയുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഷോക്ക് ഫാമിലി ഇനിയൊരു പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.